ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. ഈ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വെറും 5 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ വഴുതനങ്ങ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മറ്റ് പച്ച കളറിലുള്ള വഴുതനങ്ങ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള വഴുതനങ്ങയൊക്കെ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മളിത് നുറുക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 4-5 വറ്റൽമുളക്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തൂവരപ്പരിപ്പാണ്. തൂവരപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. കടലപ്പരിപ്പ് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോവാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പം നമ്മൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന പരിപ്പും ഉഴുന്നുപരിപ്പും മുളകും എല്ലാം ഒന്ന് ചൂടായി വന്നാൽ മതി, വല്ലാതെ അങ്ങ് മൂത്ത് പോണ്ട. ആ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 ടീസ്പൂണോളം വെളിച്ചെണ്ണ. എന്നിട്ട് അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഇത് മൊരിഞ്ഞ് വരണം. അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് മുരിഞ്ഞു വന്നപ്പോൾ ഞാനിതാ അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വഴുതനങ്ങ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ മസാലകളൊക്കെ വഴുതനങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വഴുതനങ്ങ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ ബെസ്റ്റ് കറിയാണ്. അപ്പോൾ വഴുതനങ്ങയൊക്കെ ചിലവർക്കെങ്കിലും ഒന്നും ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഇതുപോലെ നമ്മൾ കറി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കാത്തവരും കൂടിയും കഴിച്ചു പോകും കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ പറ്റിയ ഒരു കിടിലൻ കറിയാണ്. അപ്പോൾ വഴുതനങ്ങയിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ആ എണ്ണയിൽ കിടന്ന് തന്നെ ആ മുളകും മഞ്ഞപ്പൊടിയും എല്ലാം ഉപ്പും എല്ലാം പിടിച്ചിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. എന്നിട്ട് കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ ഉടച്ചും കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉടയ്ക്കാതെയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ പൊടി തയ്യാറാക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് ഫൈൻ പൗഡറാക്കി എടുക്കണ്ട, കുറച്ച് തരിതരിപ്പോട് കൂടി വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് വാളംപുളി ആവശ്യമുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഞാൻ 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. കടുകൊക്കെ തനിയെ അതിലിരുന്ന് പൊട്ടിക്കോളും. അതിനുശേഷം അതിലോട്ട് ഞാനിതാ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതവിടെ 2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മുടെ കായപ്പൊടിയും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പം പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നത് വരെ നമ്മളിത് എണ്ണയിൽ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളി മുഴുവനായിട്ടും പിഴിഞ്ഞ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് കറിയിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് മസാലകളൊക്കെ ഒന്ന് വേവാനായിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതാ കറിയിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതാ വഴുതനങ്ങയൊക്കെ കറിയിലോട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങയിൽ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിക്കാനായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി റെഡിയായി വരും. അപ്പോൾ വഴുതനങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുറുകാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് നമ്മളിതാ 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഈ കറി ഒന്ന് മൂടി വെക്കണം. എന്നാലേ നമ്മുടെ കറിവേപ്പിലയുടെ ടേസ്റ്റും മണവും ഒക്കെ ആ കറിയിലോട്ട് ഇറങ്ങി നമുക്ക് കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കറി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയാണ് ഈ വഴുതനങ്ങ പുളിങ്കറി. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റും കൂടെ ചെയ്യാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്